നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് LDF മണലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തുമെന്ന് LDF. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ അന്തിക്കാട് KGM സ്കൂൾ ചാമ്പ്യന്മാരായി. തളിക്കുളത്ത് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. വാർത്തകൾ വിശദമായി. മണലൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് LDF ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ ജനപ്രതിനിധികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തും. പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചാണ് പ്രസിഡന്റ് ഏകാധിപത്യ രീതിയിൽ തെറ്റായ വിധം ഭരണം നടത്തി കൊണ്ടുപോകുന്നത് എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചാണ് പ്രസിഡന്റ് ഏകാധിപത്യ രീതിയിൽ തെറ്റായ വിധം ഭരണം നടത്തി കൊണ്ടുപോകുന്നത്. പഞ്ചായത്തിലെ രാജിവെച്ച താൽക്കാലിക ഡ്രൈവർ പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നേരത്തെ പത്രസമ്മേളനം നടത്തി പുറത്തുവിട്ടത്. പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ മറവിൽ സാമ്പത്തിക ധൂർത്താണ് നടത്തിയത്. ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട വനിതയായ മുൻ വൈസ് പ്രസിഡന്റിന് നേരെയും മോശം പരാമർശം നടത്തി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പ്രസിഡന്റിനെതിരെ കേസെടുക്കണം. പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ LDF പ്രക്ഷോഭം നടത്തും. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തെരുവിളക്ക് കത്തിക്കാൻ നടപടി കൈക്കൊള്ളുക, ക്രിമിറ്റോറിയം നല്ല രീതിയിൽ പ്രവർത്തിക്കുക, വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക, താനാപ്പാടത്ത് കൃഷി നടത്താനുള്ള തടസ്സം നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. 24-ന് രാവിലെ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ച് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CPI നേതാവ് MR മോഹനൻ, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് TD ജോസ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ഭരണകക്ഷിയിലുള്ള ആളുകൾക്ക് തന്നെ വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പുകൾ വകവയ്ക്കാതെ തന്നെ മറ്റ് പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ വകവയ്ക്കാതെയും ഏകപക്ഷീയമായ രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുറെ നാളുകളായി കൂടെ നടന്ന് ജോലി ചെയ്തിരുന്ന രജിത്ത് എന്ന് പറയുന്ന ഡ്രൈവർ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത്രയും നാളിനിടയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. എഴുതുകയും ലോഗബുക്ക് എഴുതിക്കുകയും അദ്ദേഹത്തിന് അന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് കൃത്രിമമായ രീതിയിൽ അവിടെ പഞ്ചായത്തിൽ രേഖയുണ്ടാക്കുകയാണ്. എന്നിട്ട് മാസം ഈ ഡ്രൈവറുടെ പൈസ ശമ്പളത്തിലൂടെ ഈ പൈസ വരുമ്പോൾ ഈ 4 ദിവസത്തെ പൈസ അദ്ദേഹം കൃത്യമായി എണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നു എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള അഴിമതിയും അതിന് സത്യപ്രതിജ്ഞാ ലംഘനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. സുരക്ഷിത് മാർഗ് പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ 66-ന് മുന്നിൽ തളിക്കുളം GVHS സ്കൂളിലെ റോഡ് സുരക്ഷാ ക്ലബ്ബും SPCയും സംയുക്തമായി വാഹനയാത്രക്കാർക്ക് ലഘുലേഖ വിതരണവും ബോധവൽക്കരണവും നൽകി. നിയമമനുസരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് മധുരം നൽകി. പ്രധാനാധ്യാപിക അബ്സത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ KJ പ്രേംകുമാർ, RM സിംസൺ എന്നിവർ നേതൃത്വം നൽകി. സുരക്ഷാ വാരാചരണ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സുരക്ഷാ ക്ലബ്ബും നമ്മുടെ SPCയും സംയുക്തമായി നമ്മുടെ റോഡ് സുരക്ഷയുടെ ഒരു അവയർനെസ് ആണത്. നമ്മൾ നന്നായി സീറ്റ് ബെൽറ്റ് ധരിച്ചവർ, അതുമാതിരി തന്നെ ഹെൽമെറ്റ് ധരിച്ചവർക്കൊക്കെ നമ്മൾ കൈ കാട്ടി നമ്മുടെ ഒരു മിഠായി അവർ സന്തോഷം പങ്കുവയ്ക്കും. കൂടാതെ നമ്മളുടെ ഇത്തരം നമ്മുടെ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉപദേശിച്ച് നമ്മൾ നോട്ടീസ് അടിച്ചിട്ടുണ്ട്, ഒരു ബോധവൽക്കരണം ആ നോട്ടീസും അയച്ചു കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഈ 2 മാസങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ നമ്മുടെ SPCയിലെ ജൂനിയർ കേഡറ്റുകളാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ പദ്ധതിയിൽ വരുന്നത്.
കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റി. ശാസ്താംപാട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8-ന് കഥാപ്രസംഗം, 17-ന് രാവിലെ 9-ന് പാൽക്കാവടി ആഘോഷം, രാത്രി 8-ന് ചിന്തുപാട്ട്, 9-ന് ഭസ്മക്കാവടി, 18-ന് പ്രഭാതശീവേലി, പകൽപൂരം, വർണ്ണമഴ, പള്ളിവേട്ട, രാത്രിപൂരം, 19-ന് രാവിലെ ആറാട്ട്, തുടർന്ന് ആറാട്ട് കഞ്ഞി വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. കോൺഗ്രസ് പ്രവർത്തകനും മത്സ്യത്തൊഴിലാളി കയ്പമംഗലം സഹകരണ സംഘം ബോർഡ് മെമ്പറുമായ AK അറുമുഖന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന അനുശോചന യോഗത്തിൽ മണി കാവുങ്ങൽ അധ്യക്ഷനായി. PD ലോഹിതാക്ഷൻ, KV തമ്പി, KV അബ്ദുൾ മജീദ്, CJ ജോഷി, CJ പോൾസൺ, KM വിജയൻ, NK സുരേഷ്, മണി ഉല്ലാസ്, KG ദിവാകരൻ കുറുപ്പത്ത്, PK ശശി, തിലകൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാണുന്ന ആദ്യം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ തന്നെ പറയാനുള്ള ഒരാളാണ്. കാരണം ഞാൻ ജീവിച്ചു വളർന്ന എൻ്റെ വീട് ഇവിടെയായിരുന്നു. അവിടെ ഇവിടുത്തെ മത്സ്യബന്ധനവുമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചേട്ടനിയന്മാരൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒരു കുടുംബത്തിലെ ഒരാളെന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹമൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. കയ്പമംഗലം റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിൻ്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന സുധാംശു മോഹൻ, സെക്രട്ടറി AV വാട്സൺ എന്നിവർക്ക് സമാജം പ്രവർത്തകർ സ്നേഹാദരം നൽകി. കയ്പമംഗലം ഫിഷർമാൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PT രാമചന്ദ്രൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KB അനിൽകുമാർ, TG ഷാജു എന്നിവർ സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി PT രാമചന്ദ്രൻ പ്രസിഡന്റായും, KB അനിൽകുമാർ സെക്രട്ടറിയായും, KB ആത്മാനുജൻ വൈസ് പ്രസിഡന്റായും, ജോയിന്റ് സെക്രട്ടറിയായി PK ശശിയെയും ട്രഷററായി TG ഷാജുവിനെയും യോഗം തെരഞ്ഞെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മത്സ്യത്തൊഴിലാളി സമുദായത്തിലെ +2 മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും 3 ലക്ഷം രൂപയോളം സ്കോളർഷിപ്പും പുരസ്കാരവും നൽകുന്ന സംഘടനയാണ് കയ്പമംഗലം ബീച്ച് കേന്ദ്രീകരിച്ചുള്ള റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജം. എല്ലാ മനുഷ്യനും അറിയുന്നുണ്ട്. നമ്മളെല്ലാവരും അച്ഛനെ അമ്മനെ പോലെ പോലും മറക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. അച്ഛനെ സ്മരിക്കാത്തവരോടും അമ്മയെ സ്മരിക്കാത്തവരോടും പിന്നിൻ്റെ വഴികൾ തിരിഞ്ഞു നോക്കാത്തവരോടും നമ്മൾ ജനിക്കുമ്പോൾ ഇത്രയ്ക്കുണ്ട്, മരിക്കുമ്പോഴും ഇത്രയ്ക്കുണ്ട് എന്ന് കരുതി ജീവിക്കുന്ന, അത് തന്നെയായി മനസ്സിൽ കരുതി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാകരുത് നമ്മളെന്ന് പറയാറ്. നമ്മൾ ജനിച്ചപ്പോൾ എത്രയൊക്കെയായിരുന്നു, പിച്ച വെച്ചപ്പോൾ എത്രയൊക്കെയായിരുന്നു, നടന്നപ്പോൾ എത്രയായിരുന്നു, വളർന്നപ്പോൾ എത്രയായിരുന്നു, ഏത് വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്, ഇന്ന് ഇവിടെ എത്തിയത് എങ്ങനെയാണ് എന്ന് ഒന്ന് ഇടയ്ക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അതുകൊണ്ടാണ് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ല. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Malappuram Geeta Ravi Public School. The joy of learning. AJ Gold and Diamonds, Tripurayar Junction. Christmas and New Year offer. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, Tripurayar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6282192294. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ അന്തിക്കാട് KGM സ്കൂൾ ചാമ്പ്യന്മാരായി. 30 വർഷത്തിനു ശേഷമാണ് LP വിഭാഗം ഓവറോൾ ചാമ്പ്യൻ ട്രോഫിയിൽ വിദ്യാലയം മുത്തമിടുന്നത്. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. സമാപന സമ്മേളനത്തിൽ തൃശൂർ വെസ്റ്റ് AEO ബിജു സമ്മാനദാനം നടത്തി. സ്കൂളിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, PTA വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമ്യ സലീഷ്, സ്പോർട്സ് കൺവീനർ ഷിംജി, റോഷ്നി എന്നിവർ നേതൃത്വം നൽകി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്നവർക്ക് യാത്രയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിൽ, സിനിമാ താരം സിനോജ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബാല കർഷക അവാർഡ് ദാനവും സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ ഉപഹാര സമർപ്പണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം, മാതൃസംഗമം പ്രസിഡന്റ് റിഹിയാനത്ത് അൻസാരി, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്, മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ജിസ്മോൻ ഫ്രാൻസിസ്, സീനിയർ അധ്യാപിക CM സ്റ്റെല്ല, സ്റ്റുഡൻസ് ചെയർമാൻ അമൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്കൂളിലുള്ളവർ അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രവേശനത്തിനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് ജനപ്രതിനിധി. ആളുകൾ മിക്കവാറും ആശ്രയിക്കുന്നത്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ വരണമെന്നും ഒരു അഡ്മിഷൻ തരണമെന്നും ഒക്കെയുള്ള നിർബന്ധമായ അല്ലെങ്കിൽ എങ്ങനെയും കിട്ടണമെന്നിട്ടുള്ള ഒരു വാശിയോടുള്ള രീതിയിലാണ് നമ്മുടെ രക്ഷിതാക്കൾ, പല അകലെ ഉള്ള ആളുകൾ പോലും നമ്മളോട് നിർബന്ധിക്കുന്നത്. അപ്പം മിക്കവാറും കഴിഞ്ഞ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്കൽ മാനേജരെയും അതുപോലെ നമ്മുടെ മുജീബ് മാഷയൊക്കെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്താറ്. അത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനോടുള്ള ആളുകളുടെ താല്പര്യമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ 1, 5, 8 എന്ന് വിട്ടിട്ട് ഇടയിലുള്ള കുട്ടികളെ കൂടി എടുക്കാൻ തീരുമാനിച്ചാൽ മിക്കവാറും അടുത്തുള്ള സ്കൂളിൻ്റെയൊക്കെ സ്ഥിതി വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിൽ വരും. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വരുണ പൂജയും മീനൂട്ടും നടത്തി. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി സുകുമാരൻ ഞാറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കലേഷ്, ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 22-നാണ് ക്ഷേത്രത്തിൽ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം നടക്കുക. കരളിൽ വസിക്ക ഗണേശ്വര ജയ ജയ, കരളിൽ വസിക്ക ഗണേശ്വര ജയ ജയ.
തൃപ്പയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പായസപൂജയ്ക്കും കളമെഴുത്തുപാട്ടിനും തുടക്കമായി. ഒന്നാം ദിവസം രാവിലെ ഗണപതി ഹവനം, ഗണപതി പൂജകൾ, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് കളം, വൈകിട്ട് ദീപാരാധന, പായസപൂജ, രാത്രി ഭദ്രകാളിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, പ്രസാദൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് പി.ജി. സിദ്ധാർത്ഥൻ, സെക്രട്ടറി പി.കെ. സുരേഷ് ബാബു, ട്രഷറർ പി.എസ്. ജഗദീശൻ, വൈസ് പ്രസിഡന്റ് പി.ബി. സതീശൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ NDS കോളേജിൽ ടാലന്റ് സ്കൗട്ട് 2025 എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ ജനുവരി 18 സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ഉന്നമനം ഒരുപോലെ സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് തൃപ്പയാർ കേന്ദ്രീകരിച്ച് 22 വർഷമായി പ്രവർത്തിക്കുന്ന കോളേജാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കോളേജ് ക്യാമ്പസിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. ട്രഷർ ഹണ്ട്, പസൽ റീൽ മേക്കിംഗ്, ക്വിസ് മത്സരം, കട്ട് പോസ്റ്റ്, മൊബൈൽ ഗെയിമിംഗ്, സ്പോർട്ട് കോറിയോഗ്രാഫി, കോഡ് ക്രാക്കർ, ടൈപ്പിംഗ് കോമ്പറ്റീഷൻ, കീബോർഡ് അസംബ്ലിംഗ്, സ്പോർട്ട് ഗെയിം, സ്പോർട്ട് ഫോട്ടോഗ്രാഫി എന്നിവയാണ് മത്സര ഇനങ്ങൾ. പ്രിൻസിപ്പൽ NC അനീജ, സ്റ്റാഫ് കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ, അധ്യാപകരായ MV ലതിമോൾ, V ശശിധരൻ, സ്റ്റുഡൻറ് കോർഡിനേറ്റർ TA ഫിസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NDS കോളേജിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യാണ് ടാലൻറ്റ് സ്കൗട്ട് 2025. ഈ ടാലൻറ്റ് സ്കൗട്ട് 2025 നമ്മൾ ജനുവരി 18 കോളേജ് ക്യാമ്പസിലാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശ്രീ രഘുരാമ പണിക്കർ അവറുകളാണ് അന്ന് നിർവഹിക്കുന്നത്. ഈ പരിപാടിയിൽ 8ാം ക്ലാസ് തുടങ്ങി +2 വരെയുള്ള കുട്ടികളുടെ അവരുടെ പഠിപ്പിന് അതീതമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കോളേജിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തൃപ്പയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് 2ാം ദിവസമായ ചൊവ്വാഴ്ച മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. സ്ഥലങ്ങളിൽ
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം ഗ്രാമപഞ്ചായത്തും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. 100 പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. കാരണം ആഴ്ചയിൽ ഒരു ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിൽ 95% ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്ഘാടനം നിറവേറ്റുന്നത്. അപ്പം എനിക്കറിയാം, ഇപ്പോൾ തളിക്കുളത്തെ തന്നെ ഒരു ചിലങ്ക ബീച്ച് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളെ കൊണ്ടുപോകുന്ന എഞ്ചിനീയർമാരപ്പുറത്തുണ്ട് നമ്മുടെ റോട്ടിൽ. പക്ഷെ നിങ്ങളിപ്പോൾ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് വന്നിട്ട് പോകണം. അപ്പോൾ അവരവിടെ നിർത്തിയിട്ട്
ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്. ഒരു കാര്യം പറഞ്ഞാൽ പറ്റില്ല എന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ 1,47,00,000 രൂപ നന്നായിട്ട് ചെലവ് ചെയ്ത് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. 12 വർഷമായി പഞ്ചായത്തിലെ പാലിയേറ്റീവ് രംഗത്ത് നഴ്സായി സേവനമനുഷ്ഠിച്ച PS ജിഷയെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയ് പ്രസാദ്, ഷിജി CK, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബീന, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ, ഡോക്ടർ സൂര്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തി. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ എലൂർ വേണുഗോപാലൻ മാസ്റ്റർക്ക് ആദ്യ കൂപ്പൺ നൽകി. ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ് അധ്യക്ഷനായി. മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി AN സിദ്ധപ്രസാദ്, പ്രസാദ് വാഴക്കുളത്ത്, ഷാജി പുളിക്കൽ, ശശിധരൻ മാറാട്ട്, രാംദാസ് ചുക്കൂട്ട്, തങ്കമണി ത്രിവിക്രമൻ, ഗീത ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മാഷൊക്കെ ചെറിയ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടു തുടങ്ങിയതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടർ ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു സ്വഭാവ രൂപീകരണത്തിന് വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഷ്. അത് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മാഷ് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ഊർജ്ജത്തിലേക്ക് കയറി വരുന്നത് തോന്നുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്കാരോട് എത്തിച്ചേരാനും ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിക്കുന്നത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്ഷയരോഗമുക്ത കേരളം 100 ദിന ക്യാമ്പയിൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായിട്ടും നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ പിടിച്ചു നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും അതില്ലാതായി. പക്ഷെ ഇപ്പോൾ TB എന്ന് പറയുന്ന രോഗം ആർക്കും ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കരുതിക്കൊണ്ട് നമ്മളാരും അത്തരം ഒരു ചികിത്സയിലേക്ക് ആരും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 7 പേരെ TB ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയ് പ്രസാദ്, PK ഷിജി, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബിന മനയത്ത്, ഡോക്ടർ VK സുമയ്യ, ഡോക്ടർ KL സൂര്യ, പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CT സുജിത്ത്, MLSP നഴ്സുമാരായ CT ടീനു, ക്രിസ്റ്റി ലോറൻസ്, വിശാൽ വിശ്വനാഥൻ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ അയ്യപ്പ സേവാ സമാജം മകരവിളക്ക് ദിവസം സേവാ സമാജം പന്തലിൽ മകരവിളക്ക് പൂജ നടത്തി. പൂജയിൽ സന്നിധാനത്ത് ദേവസ്ഥാനം കർപ്പൂരാഴിയിൽ അയ്യപ്പനായി വേഷമിട്ട പ്രണയപ്രസാദ് പങ്കെടുത്തു. പൂജകൾക്ക് പ്രണയപ്രസാദ് പ്രസാദ വിതരണം നടത്തി.
തുളസി ടീച്ചർ ഷാളണിയിച്ച് കുമാരി പ്രണയപ്രസാദിനെ സ്വീകരിച്ചു. വർക്കിംഗ് ചെയർമാൻ ഗിരി തയ്യിൽ, ജനറൽ കൺവീനർ കെ രഘുനാഥ്, കോർഡിനേറ്റർ ദിനേശ് വെള്ളാഞ്ചേരി, ഖജാൻജി സുരേഷ് നടുമുറി, ദിവാസ് ആലക്കൽ, ശിവരാമൻ എറണാകുളത്ത്, കൃഷ്ണനുണ്ണി, ശശിധരൻ, മുകേഷ്, സുധ, അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി ചുള്ളിപ്പറമ്പിൽ ഇട്ടിരി മുത്തപ്പൻ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, കലശാഭിഷേകം, മുത്തപ്പൻ്റെ രൂപക്കളം, പ്രസാദോട്ട് എന്നിവ നടത്തി. വൈകിട്ട് വീരഭദ്രസ്വാമിയുടെ കളം, ദീപാരാധന, അത്താഴപൂജയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, കനലിൽ നൃത്തം എന്നിവയുണ്ടായിരുന്നു. തിങ്കളാഴ്ച മുത്തപ്പൻ്റെ കളം, രാത്രി മുത്തിയുടെ രൂപക്കളം, പാട്ട്, മുത്തപ്പൻ്റെയും മുത്തിയുടെയും നൃത്തം എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, ഉപദേവതമാർക്ക് കലശാഭിഷേകം, ശീവേലി, ഭഗവതിയുടെ കളം എന്നിവയും നടത്തി. വൈകിട്ട് പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. രാത്രിയിൽ തായമ്പക, ഭഗവതിയുടെ രൂപക്കളം, രാത്രിപൂരം, എഴുന്നള്ളിപ്പ് നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി സി കെ നാരായണൻകുട്ടി, ക്ഷേത്രം ശാന്തി വിനീത് തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായി സി ജി ജയരാജ്, സി പി റോഷൻ, സി കെ ശശിധരൻ, സി കെ ദിവാകരൻ, സി കെ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിലെ മഹോത്സവത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച വടക്കുംവാതിൽക്കൽ കർമ്മം, കരിങ്കാളി, മൂക്കൻ ചാത്തൻ വരവ് എന്നിവ ഉണ്ടായി. തുടർന്ന് വലിയ കുരുതി, നൃത്തം, കരിങ്കാളി സമർപ്പണവും നടന്നു. സംസ്ഥാന ഹൈസ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സമ്മാനിച്ച ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 1008 തൊട്ട് വലിയ വേറെ ആളുകൾ 1007 പാലക്കാട്, അല്പം പിറകിൽ വേറൊരാളാണ് 1003 ആര് കണ്ണൂർ ജില്ല 1003 1300, 1003, 1007, 1008 ഇതാണ് എൻ്റെ സ്ഥിതി ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാവും? സ്വർണ്ണക്കപ്പ് നഷ്ടമാവും അല്ലേ? അപ്പൊ ആ സ്വർണ്ണക്കപ്പ് കിട്ടാൻ ഇത്രയധികം പോയിന്റ് നേടിയ നമ്മുടെ PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, പ്രധാനാധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജീഷ്, VB സജിത്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KK അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവരും സംബന്ധിച്ചു. തുടർന്ന് വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു.
മണലൂർ ഗ്രാമപഞ്ചായത്തെ കുടുംബശ്രീ യൂണിറ്റ് BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റിംഗ് സൊസൈറ്റി, പാലക്കാട് ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞാളി സിംലാമാളി നടത്തിയ ക്യാമ്പ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് കോർഡിനേറ്റർ OR ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ജോർജ് ആറ്റുമുറം മുഖ്യ അതിഥിയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഗിരിജ, KV ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സൊസൈറ്റിയും നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ നിർധനരായ രോഗികൾക്ക് വേണ്ടിയിട്ട് കണ്ണ് ചികിത്സാ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ക്യാമ്പ് മണലൂർ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണപ്രദമാണ്. കണ്ണ് മനുഷ്യൻ്റെ വിളക്കാണ്, ശരീരത്തിൻ്റെ വിളക്കാണ്. ആ വിളക്ക് കെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കിട്ടില്ല. അപ്പോൾ ഇവരുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്, ഒരു മൾട്ടി ലെവൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വ്യവസായ ശൃംഖലയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ ആ വ്യവസായ ശൃംഖലയിൽ നിന്നോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നടത്തുന്ന പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്. ഇത് മണലൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് മണലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തുമെന്ന് LDF. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ അന്തിക്കാട് KGM സ്കൂൾ ചാമ്പ്യന്മാരായി. തളിക്കുളത്ത് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.